ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഇന്റേൺഷിപ്പുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നല്ലൊരു വരുമാനത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റേൺഷിപ്പുകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 23 ജൂലൈയിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും. 1 കോടി യൂത്തിനും ഇന്റേൺഷിപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇന്റേൺഷിപ്പ് വഴി അവർക്ക് സ്കില്ല് നേടാൻ സാധിക്കുകയും അവർക്ക് ജോലി ലഭിക്കാൻ ഹെൽപ്പ് ആകുകയും ചെയ്യും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 3 ഇന്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് വളരെയധികം സഹായകമാകും. ഈ ഇന്റേൺഷിപ്പുകൾ പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് യാതൊരുവിധ പൈസയും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി യാതൊരുവിധ പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് വർക്ക് ഫ്രം ഹോമുമാണ്, ചിലത് വർക്ക് ഫ്രം ഓഫീസുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ ഒരു ഇന്റേൺഷിപ്പ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഇന്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ പ്രശ്നം അതിൽ വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്കിവിടെ എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് വരുന്നത്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇന്റേൺഷിപ്പുകളും വർക്ക് ഫ്രോം റിലേറ്റഡ് ആയിട്ടുള്ളതും ഗവൺമെൻറ് ജോലീസും അറിയാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് വരുന്നത് MEA കീഴിലാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇന്റേൺഷിപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഇത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് റിലീസ് ചെയ്യുന്നത്, ജനുവരിയിലും ജൂലൈയിലും. ഇതൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി 10,000 രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് എയർ ട്രാവൽ ടിക്കറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് കോളേജിലേക്കോ അല്ലെങ്കിൽ കോളേജിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എയർ ട്രാവൽ ടിക്കറ്റൊക്കെ ഫ്ലൈറ്റ് പോകുന്നതിന് ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ പ്രായം 25 വയസ്സിൽ കൂടുതൽ കവിയാൻ പാടില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. രജിസ്റ്റർ ചെയ്യാൻ ഈ സൈഡ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫോണിൽ എന്തോ ഇഷ്യൂറിന് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, പാസ്വേഡ് പിന്നെ കൊടുത്ത് നിങ്ങൾ സൈൻഅപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ സൈൻഅപ്പ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇന്റേൺഷിപ്പിലോട്ട് പോകാം. അടുത്ത ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വരുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ കീഴിലാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. ഇവിടെ നിങ്ങൾക്ക് 25 വേക്കൻസിയാണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് 25,000 രൂപയാണ് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഡ്യൂറേഷൻ വരുന്നത് 6 മാസമാണ്. ഓക്കെ, നിങ്ങൾക്ക് MAയിലോ MSCയിലോ ഒരു 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതായാലും സോഷ്യൽ സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഏതായാലും പ്രശ്നമില്ല. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ മാത്രമേ അവർ ക്ഷണിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാവുന്നത് ഈ ലിങ്കിലാണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 26/8/2024 മുന്നേ നിങ്ങൾ അപേക്ഷിച്ചിരിക്കണം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഏജസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ കാറ്റഗറി, ഓക്കെ, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്, നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഡീറ്റെയിൽ കൊടുക്കുക, ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ NRI കൊടുക്കുക. ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് MS Excel അറിയാമെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അത് ചെയ്തതിനു ശേഷം ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഫോം കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഒന്നെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇതിൽ എഴുതി ചേർക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ എഴുതി ചേർത്തുകൊണ്ട് ആപ്ലിക്കേഷൻ അയക്കുക. ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഫോമും
കൂടാതെ ഇതിൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ ഏറ്റവും കൂടിയ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി ഇതിൽ അയക്കുക. പിന്നെ ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും, പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിലെയും ഒരു കോപ്പിയും കൂടി വെച്ച്, കാറ്റഗറി ഏതാണെന്നോ അതിൻ്റെ ഒരു കോപ്പിയും കൂടി വെച്ച് ഇതെല്ലാം കൂടി ഈ ഫയലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പിലേക്ക് പോവാം. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ആധാറിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ PDF ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റേൺഷിപ്പ് സ്കീം ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ എലിജിബിലിറ്റി കാറ്റഗറി നിങ്ങൾക്ക് BTech ആണെങ്കിൽ BA ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യവും ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് റിമോട്ട് വർക്കും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കാരണം നിങ്ങൾക്ക് BTech MTech നിങ്ങൾക്ക് അല്ലാതെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 30,000, റിമോട്ട് വർക്കാണെങ്കിൽ 15,000 രൂപയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് UG PG ഇതിൽ കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 10,000 15,000 ആണ്. അല്ല, നിങ്ങൾ പുറത്തു പോയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20,000 30,000 രൂപ കിട്ടും. ഇതിൽ 3 ഓപ്ഷനുണ്ട്. ഇതിൽ മൊത്തം 3 ഓപ്ഷനുണ്ട്: ടെക്നിക്കൽ, പ്രൊഫഷണൽ, നോൺ ടെക്നിക്കൽ. ഇതുണ്ട്. MBA വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫഷണലിൽ 40,000 വർക്ക് ഫ്രം ഓഫീസും വർക്ക് ഫ്രം ഹോമിൽ 20,000 രൂപയും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സ്റ്റൈഫൻഡ് വരുന്നത്. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗവൺമെന്റിന്റെ ഈ ഇന്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഗവൺമെന്റ് നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പാത്ത് വേ തുറന്നു കിട്ടാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വേ തുറന്നു കിട്ടാം. ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ കിട്ടാറുണ്ട്. ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കൂടി അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഈ ഇന്റേൺഷിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഇന്റേൺഷിപ്പുകൾ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇന്റേൺഷിപ്പുകളും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ളതും ഗവൺമെൻറ് ജോലീസും അറിയാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.